നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആർത്രൈറ്റിസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടറിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റൂമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജി ഹരികൃഷ്ണനാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ ഞാൻ പ്രധാനമായിട്ടും ആദ്യം നമ്മൾ ചോദിക്കാൻ പോകുന്നത് എന്താണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്? ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഈ സന്ധികളിൽ ഉണ്ടാകുന്ന വേദനയും നീരുവീക്കത്തിനെയാണ് നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പൊതുവേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോയിൻറ്റുകളിൽ ഉണ്ടാകുന്ന ഒരു ബലം പിടിച്ചിരിക്കുക, അതായത് ജോയിൻറ്റ്സ് ഫ്രീ ആയിട്ട് അനക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ, നീരുവീഴ്ച, വേദന, ഇവയൊക്കെയാണ് നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രോഗമല്ല. ഇപ്പോൾ പലരും ആർത്രൈറ്റിസ് ഉണ്ട് എന്ന് വന്ന് നമ്മുടെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു രോഗം ആവുന്നില്ല. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു രോഗലക്ഷണം മാത്രമാണ്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഏത് കാരണം കൊണ്ട് ആണ് ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു 100 തൊട്ട് 150 തരത്തിലുള്ള അസുഖങ്ങൾ കാരണം ആർത്രൈറ്റിസ് എന്ന രോഗലക്ഷണം രോഗിക്ക് ഉണ്ടാകാം. അതിൽ ഏത് കാരണം കൊണ്ടാണ് ഈ ആർത്രൈറ്റിസ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ചിലപ്പം അണുബാധകളായിരിക്കാം, ഇൻഫെക്ഷൻസ് അണുബാധകളായിരിക്കാം. ഇപ്പോൾ നമുക്കറിയാം കോവിഡ്, ചിക്കൻ ഗുനിയ, പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ്. ചിലപ്പം ഓട്ടോഇമ്യൂൺ ഡിസീസസ് ആയിരിക്കാം, അതായത് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയിൽ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആർത്രൈറ്റിസ്. അങ്ങനെ പല ടൈപ്പിലുള്ള ആർത്രൈറ്റിസ് ഉണ്ട്. അത് ഏത് ടൈപ്പാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ആർത്രൈറ്റിസ് രോഗികൾ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ അവരറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർത്രൈറ്റിസ് രോഗികൾ, ഒന്നാമത്തെ കാര്യം അവരുടെ അസുഖത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. എന്താണ് അവരുടെ അസുഖം, എങ്ങനെയാണ് അവരുടെ അസുഖം ഉണ്ടായത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്കൊരു സാമാന്യ അടിസ്ഥാനപരമായ ഒരു അറിവുണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം രോഗത്തെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. രോഗത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ രോഗവുമായി പൊരുത്തപ്പെട്ട് എങ്ങനെ മുന്നോട്ട് ജീവിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദമാണ്. സ്ട്രെസ്സ് പല വാതരോഗങ്ങളെയും ഒരുപാട് മോശമാക്കാറുണ്ട്. അപ്പം നമ്മൾ ജീവിതത്തിലുള്ള മാനസിക സമ്മർദ്ദം പരമാവധി കുറയ്ക്കുക. ചില വാതരോഗങ്ങൾക്ക് ഭക്ഷണം ഒരു കാരണമാകാറുണ്ട്. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം നമ്മൾ പേഷ്യൻസിനോട് പറയാറുണ്ട്. ഉദാഹരണത്തിന് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം കാരണം ഉണ്ടാകുന്ന ഗൗട്ട് എന്ന് പറഞ്ഞ അസുഖം. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾ ചില ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കണം. ഉദാഹരണത്തിന് റെഡ് മീറ്റ്, നമ്മൾ പറയും ബീഫ്, മട്ടൺ, അങ്ങനത്തെ സാധനങ്ങൾ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം മൂലമുണ്ടാകുന്ന ഗൗട്ടുള്ള രോഗികൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക. മദ്യം ഒഴിവാക്കുക. പുകവലി നിർബന്ധമായും ഒഴിവാക്കണം. എസ്പെഷ്യലി ആമവാദം പോലെയുള്ള രോഗങ്ങളിൽ പുകവലിക്കുന്ന ആൾക്കാർക്ക് ഈ അസുഖത്തിൻ്റെ കാഠിന്യം വളരെ കൂടുതലാണ്. നമ്മൾ സാധാരണ കൊടുക്കുന്ന മരുന്നുകൾ പോലും ഈ പുകവലിക്കുന്ന ആൾക്കാരിൽ കൊടുക്കുമ്പോൾ അത്രയ്ക്ക് ഫലപ്രദമായി കാണാറില്ല. അപ്പോൾ അവരവരുടെ രോഗത്തെക്കുറിച്ച് അറിയുക, ആ രോഗത്തിന് ഏതാണ് മാറ്റി നിർത്തേണ്ടതെന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് അതിനെ പരമാവധി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പാലിക്കേണ്ട ചില ചിട്ടകളാണ്. കൃത്യമായ വ്യായാമം, പോഷകാഹാരങ്ങൾ, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, ഇതെല്ലാം എല്ലാവർക്കും പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം അവരുടെ രോഗത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ആർത്രൈറ്റിസുമായിട്ട് പരമാവധി ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങളെല്ലാം കുറച്ച് ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റുന്നതാണ്. ശരി ഡോക്ടർ, വ്യക്തമാകുന്നുണ്ട്. ഡോക്ടർ, നമ്മളോട് ഒരു പ്രേക്ഷകർ ചേരുന്നുണ്ട്. പത്തനാപുരത്ത് നിന്നും മേഴ്സിയാണ്. മേഴ്സി, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ മേഴ്സി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. കേൾക്കുന്നുണ്ട് മേഴ്സി, പറയൂ. ഡോക്ടർ, എനിക്ക് ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തു കഴിയുന്ന ഉടനെ എന്റെ കാലിന് കോച്ചി പിടിക്കുന്നു. കോച്ചി ഒരു സൈഡിലോട്ട് ഇങ്ങനെ കൂടിയിട്ട് ഭയങ്കര വേദനയായിരിക്കും. ഞാൻ ചോദിച്ചത് ഒരു കാലിന് മാത്രമാണോ അതോ രണ്ട് കാലിലും ഈ ഒരു? രണ്ട് കാലിലും ഉണ്ട്. രണ്ട് കാലിനും. കൈകൾക്കില്ല അല്ലേ? കൈക്ക് വലുതായിട്ടില്ല, കാലിന് കൂടുതലും. കൈകൾക്കൊന്നും. ഓക്കെ. അപ്പോൾ ഈ ഒരു രോഗലക്ഷണം കേൾക്കുമ്പം ഇത് ആർത്രൈറ്റിസ് തന്നെ, വാതരോഗത്തിൻ്റെ ലക്ഷണമാണോ അല്ലയോ എന്ന് നമുക്കിപ്പം രോഗിയെ പരിശോധിക്കാതെ പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് പക്ഷേ ആർത്രൈറ്റിസിൻ്റെ ആയിരിക്കാം. ജോയിൻസിൽ പരിശോധിച്ചിട്ട് അവിടെ നീർവീക്കമുണ്ടോ എന്ന് നോക്കണം, ജോയിൻസിൽ നിറവ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം നിങ്ങളൊരു റുമറ്റോളജി ഡോക്ടറെ, വീടിനടുത്തുള്ള റുമറ്റോളജി ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും. ഒരു പക്ഷേ ഇത് റുമറ്റോളജിയുമായി ബന്ധമില്ലാത്ത, വാതരോഗവുമായി ബന്ധമില്ലാത്ത ന്യൂറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും ആവാം. അപ്പോൾ അത് ഒരു ഡോക്ടറെ കണ്ട് വിദഗ്ധമായ ചികിത്സ പരിശോധന ചെയ്യേണ്ടതാണ്.
ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ആർത്രൈറ്റിസ് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് വരാം? ഇപ്പം ജനറ്റിക്കലി വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ പോലും എത്ര ശതമാനത്തോളമാണ് ജനറ്റിക്കലി വരാൻ സാധ്യതയുള്ളത്? ഈ ആർത്രൈറ്റിസിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം ഇതെല്ലാം ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻസ് ആണ്. അപ്പോൾ എന്താണ് ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻസ്? അതായത് ഓട്ടോഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിനെ പുറത്തു നിന്നുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇതിനൊക്കെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് രോഗപ്രതിരോധ ശക്തി ഉള്ളത്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗപ്രതിരോധ ശക്തിയിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ കാരണം ഈ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ, നമ്മുടെ സന്ധികൾക്കെതിരെ പ്രവർത്തിക്കുന്നു. ഇതാണ് ഓട്ടോഇമ്മ്യൂൺ ഡിസീസുകൾ ഉണ്ടാകുന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനെ പറ്റി വിശദമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ജനിതകമായ കാരണങ്ങളുണ്ട്. ജനിതകമായ ഘടന, നമ്മൾ ഓരോരുത്തരും പല തരത്തിലുള്ള ജനിതക ഘടനയാണ്. അപ്പോൾ ജനിതകമായ കാരണങ്ങൾ കൊണ്ട് ഇത് വരാം. പക്ഷേ ജനിതകമായ കാരണങ്ങൾ കൊണ്ട് മാത്രം ഇത് വരാറില്ല. ജനിതകമായ കാരണങ്ങളുള്ള ഒരു വ്യക്തിയിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള ചില വ്യതിയാനങ്ങൾ കാരണം, എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ് നമ്മൾ പറയും. അപ്പോൾ ജനിതകമായി തകരാറുകളുള്ള ജനിതകമായി വ്യതിയാനങ്ങളുള്ള ഒരു രോഗിയിൽ, ഒരു വ്യക്തിയിൽ അതിൻ്റെ കൂടെ ചില എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസും കൂടെ ചേരുമ്പോഴാണ് മിക്കവാറും ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാകുന്നത്. ഈ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നത് അതായത് പലതരത്തിലുള്ള കാരണങ്ങളാവാം. ചിലപ്പോൾ ഇൻഫെക്ഷൻസ് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ചില ജീവിതചര്യ ശൈലികളായിരിക്കാം, പുകവലി, അമിതമായ മാനസിക സമ്മർദ്ദം, അതുപോലെ പല കാരണങ്ങൾ കൊണ്ട് ജനിതകമായി വ്യതിയാനമുള്ള ഒരാളിൽ വാതരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, കോട്ടയത്ത് നിന്ന് മുനികൃഷ്ണനാണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ജനിതകമായ കാരണങ്ങൾ മാത്രമല്ല, അതിൻ്റെ കൂടെ മറ്റൊരു ഘടകം കൂടെ ചേരുമ്പോഴാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, കോട്ടയത്ത് നിന്ന് ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എൻ്റെ വൈഫിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. വൈഫിന് ഇപ്പൊ 3 വർഷമായി കാണാൻ തുടങ്ങിയിട്ട്. ഹലോ ഉണ്ണികൃഷ്ണൻ. 3 വർഷമായി ആർത്രൈറ്റിസ് രോഗമാണ്. ഞങ്ങൾ കാരിത്താസിലെ ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇത് ഈ മരുന്ന് നിർത്താൻ പറ്റുമോ? ഇപ്പോഴും മരുന്ന് കഴിച്ചിട്ടിരിക്കുകയാണ്. ഈ മരുന്ന് നിർത്താൻ പറ്റുമോ എന്നെങ്കിലും ആള് ഇതിൽ നിന്ന് വിമുക്തി നേടുവോ എന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ അതെ ഉണ്ണികൃഷ്ണൻ, ഇത് ഏത് തരത്തിലുള്ള ആർത്രൈറ്റിസ് ആണെന്ന് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഏത് തരത്തിലുള്ള ആർത്രൈറ്റിസ് ആണെന്ന്? സന്ധികളുടെ ജോയിന്റിനുള്ള കംപ്ലൈന്റ് ആയിട്ടാണ് അന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞത് നമ്മൾ ഏത് തരത്തിലുള്ള ആർത്രൈറ്റിസ് ആണ് എന്നുള്ള ഒരു ഡയഗ്നോസിസ് ആദ്യം നമ്മളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ആർത്രൈറ്റിസിനും ഓരോ തരത്തിലുള്ള ചികിത്സയാണ്. ഓരോ തരത്തിലുള്ള മുന്നോട്ട് പോകുമ്പോൾ ഓരോ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും മരുന്ന് നിർത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഓരോന്നിലും വ്യത്യസ്തമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ആമവാദം എന്നുള്ളൊരു അസുഖം എടുത്തു കഴിഞ്ഞാൽ, ആമവാദം എന്നുള്ള അസുഖം ഒരുപാട് നാൾ സാധാരണ രീതിയിൽ ചികിത്സ വേണ്ടി വരുന്നൊരു അസുഖമാണ്. പക്ഷേ ഒരു 5% രോഗികൾക്ക് ചിലപ്പോൾ വളരെ മുന്നോട്ട് പോകുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു 5% അല്ലെങ്കിൽ 10% രോഗികൾക്ക് മരുന്ന് നിർത്താൻ സാധിക്കാറുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും നിർത്താനുള്ള സാധ്യത കുറവാണ്. എന്നാലും പരമാവധി മരുന്നുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും, മരുന്നുകളുടെ ഡോസ് കുറയ്ക്കാൻ പറ്റും. ഒരു പക്ഷേ നമുക്ക് മരുന്ന് നിർത്താനും പറ്റും. അത് മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് ഡോക്ടറിന് പറയാൻ പറ്റത്തുള്ളൂ ഈ രോഗിയുടെ മരുന്നിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്, മരുന്ന് നിർത്താൻ പറ്റുന്ന ഒരു കണ്ടീഷനാണെന്നുള്ളത് ഡോക്ടറിന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് പേഷ്യൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ സ്വന്തമായി മരുന്നുകൾ നിർത്തരുത്. നമ്മൾ പലപ്പോഴും കാണുന്നത് നമ്മുടെ പേഷ്യൻസ് അവരുടെ അസുഖം എല്ലാം കുറഞ്ഞിരിക്കും, അവർ സ്വന്തമായി ഒരു തീരുമാനം എടുക്കും മരുന്നെല്ലാം നിർത്താമെന്ന്. അസുഖം മാറി, ഡോക്ടർ പറഞ്ഞു അസുഖമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവർ തന്നെ ഒരു തീരുമാനം എടുക്കും മരുന്നെല്ലാം നിർത്തുക എന്നുള്ളത്. അപ്പോൾ ആ തീരുമാനത്തിന് ശേഷം കുറച്ച് നാൾക്ക് ശേഷം ഈ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ വീണ്ടും പഴയതിനെക്കാട്ടി മോശം ഒരു അവസ്ഥയിലായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വന്തമായിട്ട് മരുന്നുകൾ നിർത്തരുത്. ഡോക്ടറുടെ വിദഗ്ധ ഉപദേശം കേട്ടതിന് ശേഷം മാത്രമേ മരുന്നുകളുടെ ഡോസ് കുറച്ച് ഒറ്റയടിക്ക് നിർത്തരുത്. മരുന്നുകളുടെ എണ്ണം കുറയ്ക്കും, മരുന്നുകളുടെ ഡോസ് അളവ് കുറയ്ക്കും, ഗുളികളുടെ മില്ലിഗ്രാം ഡോസ് കുറയ്ക്കും. കുറച്ച് അവസാനം ചില രോഗികൾക്ക് നമുക്ക് മരുന്ന് നിർത്താൻ സാധിക്കാറുണ്ട്. ശരി ഡോക്ടർ, പ്രേക്ഷകനെ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചോദിക്കുകയാണ്, ഈ രോഗം എത്രത്തോളം അപകടകരമാണ്? അതായത് ഈ ആർത്രൈറ്റിസ് വന്ന രോഗി എന്തൊക്കെ കോംപ്ലിക്കേഷൻസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്?
വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് അത് പൊതുവേ നമ്മൾ ജനങ്ങളുടെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ആർത്രൈറ്റിസ് എന്ന് വെച്ചാൽ എൻ്റെ സന്ധികളെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമാണ്. എനിക്ക് ചിലപ്പോൾ കൈക്ക് വേദന വരാം, കാലിന് വേദന വരാം, പക്ഷേ എൻ്റെ ജീവിതത്തെ ഇത് ബാധിക്കത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരിക്കലും ഒരു മരണത്തിലോട്ടൊന്നും ഇത് പോകില്ല എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് തികച്ചും തെറ്റാണ്. ചില ആർത്രൈറ്റിസ് രോഗങ്ങൾ മരണം വരെ സംഭവിക്കാം. ആർത്രൈറ്റിസ് കാരണം, വാതരോഗങ്ങൾ കാരണം ഈ അസുഖങ്ങൾ ജോയിൻസിനെ ബാധിക്കുമെങ്കിലും ജോയിൻസിനെ മാത്രമല്ല ബാധിക്കുന്നത്. നമ്മുടെ തലമുടി മുതൽ ഉപ്പൂറ്റി വരെ ശരീരത്തിലെ ഏത് അവയവത്തെയും ബാധിക്കാൻ ഈ രോഗങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം SLE എന്ന് പറഞ്ഞ ലൂപ്പസ് എന്ന് പറഞ്ഞൊരു അസുഖം നമ്മുടെ കിഡ്നിയെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കാം. റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം നമ്മുടെ ഞരമ്പുകളെ തളർത്തി കളയാം, നമ്മൾ കിടപ്പിലാവാം. അങ്ങനെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസും മരണം വരെ ഈ അസുഖങ്ങൾ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കേവലം സന്ധികളെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല. നമ്മുടെ കൺമുന്നിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് സന്ധികളെ ബാധിച്ചു, നീർക്കെട്ടുണ്ട്, വേദനയുണ്ട്. പക്ഷേ ആന്തരിക അവയവങ്ങളെ ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുള്ള അസുഖമാണ് വാതരോഗങ്ങൾ. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ നമ്മുടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, നൂറിനാട് നിന്നും സുനിയാണ്. സുനി, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയുമോ? എനിക്കാണെങ്കിൽ കാലുകൾ വിരലുകൾ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ട്, 2 കാര്യം ഒന്നിച്ച് ചില സമയത്ത് ബുദ്ധിമുട്ടും. അതിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിനെന്തെങ്കിലും നമുക്ക് മെഡിസിൻ എന്തെങ്കിലും? ഡോക്ടർ, 2 കാലുകളും ഒരേ സമയം കോച്ച് പിടിക്കുന്നു. ഡോക്ടർ, അതായത് സുനി പറയുന്നത് 2 കാലുകളും ഒരേ സമയം കോച്ച് പിടിക്കുന്നു, എന്താണ് അതിന്റെ പരിഹാര മാർഗമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ കാലുകളിലുള്ള കോച്ചിപ്പിടുത്തം നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്ന പോലെ തന്നെ ഇത് വാതരോഗ സംബന്ധമായ പ്രശ്നമാകണമെന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉള്ള, അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറവ്, വൈറ്റമിൻസിൻ്റെ അളവ് കുറവ്, ഇതുകൊണ്ടുള്ള ഒരു ന്യൂറോളജിക്കലായിട്ടുള്ളൊരു ഇഷ്യൂ വേണമെങ്കിൽ ആവാം. ഇത് മസിലിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന വ്യതിയാനങ്ങളാവാം. അപ്പോൾ ഇത് ഒരു ഡോക്ടറെ കാണിച്ച് പരിശോധിച്ചെങ്കിൽ മാത്രം ഇത് വാതരോഗമാണോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആയിരിക്കാം, കാൽഷ്യത്തിൻ്റെ അളവിൻ്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ന്യൂറോളജിക്കലായിട്ടുള്ള ഞരമ്പിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അപ്പം ഇത് വാതരോഗമാണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് പരിശോധിച്ച് നോക്കണം, അതിനുശേഷം ഇത് പറയാൻ പറ്റുള്ളൂ. ശരി ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി നമ്മളോട് ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് മോഹനനാണ്. മോഹനൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. കേൾക്കുന്നുണ്ട്. ഞാൻ ഡോക്ടറെ പ്രോഗ്രാം കണ്ടുകൊണ്ട് വിളിക്കുക. ഞാൻ റിമോട്ടോളജി ഡോക്ടറെ ചികിത്സയിലാണ്. ഞാൻ ചികിത്സയിലാണ്. ഞാൻ MMF ഗുളികയായിരുന്നു എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കഴിക്കുന്നുണ്ട്. ഇപ്പൊ കോഫി കോൺ എന്നൊരു ഗുളിക 360 നിൽക്കുക. ഞാൻ 7 കൊല്ലം കൊണ്ട് ഞാൻ ചികിത്സയിലാണ്. പക്ഷെ ഡോക്ടർ പറഞ്ഞ അസുഖ ലക്ഷണങ്ങളൊന്നും ഇല്ല, കാണുന്നില്ല. എനിക്ക് ഡോക്ടർ പറഞ്ഞ ആർത്രൈറ്റിസിന്റെ രോഗത്തിന്റെ കാലിന്റെ പെരുപ്പ് അങ്ങനെ ഒന്നും കാണുന്നില്ല എനിക്ക്. പക്ഷെ എനിക്ക് ഒരു അലർജി ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയത്, ചെസ്റ്റ് അലർജിയുടെ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതേക്ക് റിമോട്ടോളജി ഡോക്ടറെ അടുത്ത് അവിടെ തന്നെ ഞാൻ 7 കൊല്ലം കൊണ്ട് ചികിത്സയിലാണ്. അന്നേരം ഞാൻ തന്നെ ഇപ്പോഴും ഇപ്പോഴും കഴിഞ്ഞ ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖമാണോ അസുഖം എന്ന് പറഞ്ഞത്. അന്നേരം ഇപ്പൊ കുറവുണ്ട്. പക്ഷെ 360 എനിക്കിത് കേട്ടിട്ട് 360 നിൽക്കുന്ന ഗുളിക തന്നേക്കുന്നത്. 360 അത് കോഫി കോണാ തന്നേക്കുന്നത്. എനിക്ക് ഗുളിക നിർത്താറായോ എന്ന് ഡോക്ടർക്ക് ചോദിച്ചപ്പം ഡോക്ടർ പറയാം കുറച്ച് ദിവസത്തോടെ ഇങ്ങനെ പോകണം തുടർന്ന്. അന്നേരം എനിക്ക് റിമോട്ടോളജി ആർത്രൈറ്റിസിന്റെ അസുഖം തന്നെ ആണോ എന്ന് അറിയാൻ വേണ്ടിയാ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളുടെ ലക്ഷണങ്ങൾ കേട്ടിട്ട് ശ്വാസകോശ രോഗമായിരുന്നോ? ചുമയും ശ്വാസമുട്ടലും ആയിരുന്നോ? ആയിരുന്നു. ശ്വാസമുട്ടിന്റെ ചുമയായിരുന്നു നിർത്താതെ ആയിരുന്നു. ഓക്കെ, ചുമ നേരത്തെ. ഓക്കെ, അപ്പോൾ ഇത് ഇന്റർസ്റ്റിഷ്യൽ ലങ് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു തരം അസുഖങ്ങളുണ്ട്, ILD എന്ന് പറയും. ILD അത് ഈ വാതരോഗങ്ങളുടെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് സംഭവിക്കുന്ന ഒരു, ഞാൻ പറഞ്ഞല്ലോ, വാതരോഗങ്ങൾ നമ്മുടെ തലമുടി മുതൽ ഉപ്പൂറ്റി വരെ ഏത് അവയവത്തെയും ബാധിക്കാം. അപ്പോൾ ഇത് ശ്വാസകോശത്തെ ബാധിക്കാം ഈ വാതരോഗങ്ങൾ. അപ്പോൾ വാതരോഗങ്ങൾ ശ്വാസകോശത്തെ ബാധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ ശ്വാസം എടുക്കാൻ പറ്റാതിരിക്കുക, കിതപ്പ് അനുഭവപ്പെടുക, ഗുരുതരാവസ്ഥയെത്തി ഓക്സിജൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു പോകാം, ചിലപ്പോൾ വെന്റിലേറ്ററിൽ വരെ ആകുന്ന അവസ്ഥകൾ ഉണ്ടാകാം. അപ്പോൾ ഇത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ്
അപ്പോൾ ഇതിന് ഈ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഈ MMF എന്ന് പറഞ്ഞ മരുന്ന്. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു കമ്പനി, അതിൻ്റെ വേറൊരു ബ്രാൻഡാണ് ഈ മൊഫിക്കോൺ എന്ന് പറയുന്നത്. MMF പോലെ തന്നെ MMF തന്നെയാണ്, അതിൻ്റെ വേറൊരു സോഡിയം സോൾട്ടാണ്. MMF അതിൻ്റെ സോഡിയം സോൾട്ടാണ് മൊഫിക്കോൺ. 360 എന്ന് പറയുമ്പോൾ സോഡിയം സോൾട്ട് ആയിരിക്കും. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ലങ്സിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഈ ILD എന്ന് പറഞ്ഞ അസുഖത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതും ഈ പറയുന്നത് ഈ അസുഖം കൺട്രോൾ ആവുന്ന നമ്മൾ പരിശോധിച്ച് നോക്കുന്നത് PFT എന്ന് പറഞ്ഞ ടെസ്റ്റുകളുണ്ട്. PFT പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കും, CT സ്കാൻ എടുത്ത് നോക്കും നെഞ്ചിൻ്റെ, ശ്വാസകോശത്തിൻ്റെ. അപ്പോൾ ഇതൊക്കെ ഒരു 6 മാസം 3 തൊട്ട് 6 മാസം ഇടവിട്ട് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എടുത്ത് നോക്കാറുണ്ട്. CT സ്കാൻ ചിലപ്പോൾ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലോ ഒക്കെ എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുത്ത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അസുഖം എങ്ങനെയുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, അസുഖം കുറഞ്ഞു വരുന്നുണ്ടോ, അതോ അസുഖം കൂടി വരികയാണോ, മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കാറായോ എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കേസിൽ ഇതൊക്കെ ചെയ്ത് കാണും ഓൾറെഡി അല്ലേ? സാറിൻ്റെ കേസിൽ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കാണുമല്ലോ അല്ലേ? ചെക്ക് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് ചെസ്റ്റ് അലർജിയുടെ എന്നും പറഞ്ഞത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞത് സാർക്കോഡിന്റെ ആണെന്ന് പറഞ്ഞായിരുന്നു. അത് 6 മാസത്തെ ചികിത്സയിൽ മാറിയായിരുന്നു. ഓക്കെ ഓക്കെ അതെ 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 ഓക്കെ. ഇപ്പോൾ സാർക്കോഡോസിസ് എന്ന് പറയുന്നത് മറ്റൊരു വാതരോഗമാണ്. അത് വാതരോഗത്തിൻ്റെ ഒരു ഇതാണ്. അതെ അതെ, സാർക്കോഡോസിസ് ശ്വാസകോശത്തെ ബാധിക്കുമ്പോൾ MMF എന്നുള്ള മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ കണ്ടീഷൻ, നിങ്ങളുടെ ഈ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, CT സ്കാൻ ഇതെല്ലാം കണ്ടതിന് ശേഷം മാത്രമേ ഈ മൊഫിക്കോൺ എന്നുള്ള മരുന്ന് തുടർന്ന് കഴിക്കണോ അതോ അതിൻ്റെ ഡോസ് കുറയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ഡോക്ടറിന് പറയാൻ പറ്റത്തുള്ളൂ. ശരി ഡോക്ടർ, പ്രേക്ഷകനെ വ്യക്തമായി ഇതൊരു മനസ്സിലാക്കുന്നു. വാതരോഗം തന്നെയാണ്, അത് നിങ്ങളുടെ ശ്വാസകോശത്തെയാണ് ബാധിച്ചിരിക്കുന്നത്. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, ഇപ്പം ആർത്രൈറ്റീസ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ട എന്തെല്ലാം ടെസ്റ്റുകളാണ് വേണ്ടതെന്ന് ഇപ്പോൾ ഡോക്ടർ പ്രേക്ഷകനോട് പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാവുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ എന്തെല്ലാമാണ് മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? അതായത് നമുക്ക് എങ്ങനെ ഇതിനെ നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് വ്യക്തമാക്കൂ. ഇപ്പോൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് പൊതുവേ ഞാൻ ഈ പറഞ്ഞ പോലെ തലമുടി മുതൽ ഉപ്പൂറ്റി വരെ ഏത് അവയവത്തെയും ബാധിക്കാം. ഇപ്പോൾ നമുക്ക് നേരത്തെ വിളിച്ച പ്രേക്ഷകൻ ചോദിച്ചത് ലങ്സിനെ ബാധിച്ച ഒരു കണ്ടീഷനാണ് അദ്ദേഹത്തിനുള്ളത്. സാർക്കോഡോസിസ് എന്ന് പറഞ്ഞ അസുഖമാണ് ലങ്സിനെയാണ്, ശ്വാസകോശത്തെയാണ് ബാധിച്ചത്. അപ്പോൾ അതുപോലെ പല അവയവങ്ങളെ ബാധിക്കാം. അപ്പോൾ ഏത് അവയവത്തെ ബാധിക്കുന്നോ അതനുസരിച്ചിരിക്കും ഈ രോഗത്തിൻ്റെ ലക്ഷണം. സന്ധികളെ ബാധിക്കുമ്പോൾ നമുക്ക് വേദന വരാം, നീർക്കെട്ടൽ വരാം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈകൾ അല്ലെങ്കിൽ കാലുകൾ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരു കട്ടി പോലെ തോന്നുന്ന ജോയിൻസിനൊക്കെ, അതാണ് പൊതുവെയുള്ള ലക്ഷണങ്ങൾ. പക്ഷേ ഇത് കൂടാതെ ഇപ്പോൾ ശ്വാസകോശത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ആൾക്ക് വിട്ടുമാറാത്ത ചുമ, വരണ്ട ചുമ, മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നിൽക്കുന്ന വിട്ടുമാറാത്ത വരണ്ട ചുമ, നടക്കുമ്പോഴുള്ള കിതപ്പ്, ശ്വാസം മുട്ടൽ, ഇതെല്ലാം ലങ്സിനെ ബാധിക്കുന്ന ലക്ഷണങ്ങളാണ്. കാലിനെ അല്ലെങ്കിൽ കൈയിലെ ഞരമ്പുകളെ ബാധിക്കുമ്പോൾ പെരുപെരുപ്പ് തോന്നാം, ബലക്കുറവ് തോന്നാം. അതുപോലെ മറ്റ് അവയവങ്ങൾ ഹാർട്ടിനെ ബാധിക്കുമ്പോഴും ശ്വാസം മുട്ടൽ തോന്നാം, നെഞ്ചിടിപ്പ് തോന്നാം. അപ്പോൾ ഏത് അവയവത്തെ ബാധിക്കുന്നോ അതനുസരിച്ചിരിക്കും ഇതിലെ രോഗലക്ഷണങ്ങൾ. സന്ധികളെ ബാധിക്കുമ്പോൾ പൊതുവെ കാണുന്നത് നീർക്കെട്ടും വേദനയും രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ്. സാധാരണ ഒരു അരമണിക്കൂർ കൂടുതൽ നിൽക്കുമ്പോഴാണ് നമ്മളത് വളരെ ഗൗരവമായിട്ട് കാണാറുള്ളത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്, പൂർണ്ണമായും നമുക്ക് ഈ ആർത്രൈറ്റീസ് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണോ? അതായത് എന്തെല്ലാം ചികിത്സ രീതികളാണ് ഇതിന് നിലവിലുള്ളത്? ഇപ്പോൾ ആർത്രൈറ്റിസ് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ആർത്രൈറ്റിസിനെ ബാധിച്ചിരിക്കും, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു, ഒരു പനി വന്നു, ഒരു ചിക്കൻ ഗുനിയ വന്നു, അല്ലെങ്കിൽ ഒരു ഡെങ്കി വന്നു, അല്ലെങ്കിൽ ഒരു കോവിഡ് വന്നു, അതിനുശേഷം നമുക്ക് സന്ധിവേദന തോന്നുന്നു, ജോയിൻസ് നീർക്കെട്ട് വേദന വരുന്നു. അപ്പോൾ ഇതൊരു പോസ്റ്റ് ഇൻഫെക്ഷസ് അല്ലെങ്കിൽ പോസ്റ്റ് വൈറൽ ആർത്രൈറ്റിസ് ആണ്. ഇത് സാധാരണ ഒരു 2 മുതൽ 6 ആഴ്ച കൊണ്ട് ചികിത്സയിലൂടെ മാറുന്നതാണ്. ചിലപ്പോൾ ചികിത്സ ഇല്ലാതെ തന്നെ അത് മാറിയേക്കാം. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസ് ആണെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറും. പക്ഷേ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷങ്ങളോളം, മിക്കവാറും കേസുകളിൽ വർഷങ്ങളോളം നിൽക്കാറുണ്ട്. അത് നമ്മൾ ഷുഗർ പേഷ്യൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ, പ്രമേഹമുള്ളവർക്ക്, അതുപോലെ പ്രഷറുള്ള, രക്തസമ്മർദ്ദമുള്ളവരുടെ കാര്യം പറഞ്ഞ പോലെ ഇത് കൺട്രോൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ദീർഘകാലം മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷെ മരുന്നിൻ്റെ എണ്ണത്തിലും മരുന്നിൻ്റെ ഡോസിലും നമുക്ക് നല്ല രീതിയിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ അളവും ഡോസും കുറയ്ക്കാൻ പറ്റും. മരുന്നിൻ്റെ എണ്ണം നല്ലവണ്ണം കുറച്ചിട്ട് രോഗികൾക്ക് കൂടിപ്പോയാൽ 1-2 ഗുളികകൾ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. സാധാരണ ജീവിതത്തിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കാറുണ്ട്. പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കേസുകളിൽ നമ്മൾ അസുഖം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപൂർവം ചില പേഷ്യൻസിൽ നമ്മൾ മരുന്നൊന്നും ഇല്ലാതെയും മുന്നോട്ട് പോകും. അത് ഏത് ടൈപ്പ് ആർത്രൈറ്റിസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡോക്ടർ, ഞാൻ അടുത്തൊരു ചോദ്യത്തിലോട്ട് വരികയാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഭക്ഷണക്രമം, ഡോക്ടർ തുടക്കത്തിലെ ഇതിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും ഇത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഈ ഭക്ഷണക്രമത്തിലും അതുപോലെ തന്നെ വ്യായാമത്തിലും എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? അതായത് ഈ ആർത്രൈറ്റീസ് ഉള്ള രോഗികൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്?
ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഭക്ഷണക്രമം. തുടക്കത്തിൽ ഡോക്ടർ അത് പറഞ്ഞിരുന്നു. ഈ ഭക്ഷണക്രമത്തിലും അതുപോലെ തന്നെ വ്യായാമത്തിലും എന്തെല്ലാം കാര്യങ്ങളാണ് ഡോക്ടർ ഈ ആർത്രൈറ്റിസ് രോഗികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? അപ്പോൾ ഈ ഭക്ഷണത്തെക്കുറിച്ച് പേഷ്യൻസിന് ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. അപ്പോൾ ഫുഡ് നമ്മൾ പൊതുവെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. നമ്മൾ എല്ലാ പേഷ്യൻസിനടുത്തും നമ്മൾ മറ്റേ അസുഖങ്ങൾക്ക് പറയുന്ന പോലെ നിങ്ങൾ ഫുഡിൽ കൂടുതൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക, പഴങ്ങൾ ഉൾപ്പെടുത്തുക, നിങ്ങൾ അന്നജത്തിൻ്റെ അളവ്, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, പൂർണ്ണമായിട്ട് ഒഴിവാക്കാനല്ല കുറയ്ക്കുക, കൂടുതൽ വ്യായാമം ചെയ്യുക. നിങ്ങളുടെ പറഞ്ഞ പോലെ വ്യായാമം എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ആവാം, അല്ലെങ്കിൽ എയറോബിക്സ് ആവാം. അറ്റ്ലീസ്റ്റ് ഒന്നും പറ്റാത്തവർക്ക് ദിവസം ഒരു അരമണിക്കൂർ നടക്കാനെങ്കിലും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ജീവിതചര്യയിൽ നിങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ഇത് നിങ്ങളുടെ രോഗം കൺട്രോൾ ചെയ്യുന്നതിന് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് കൂടാതെ ചില അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ ഈ യൂറിക് ആസിഡിന് പ്രശ്നമുള്ളവർ ബീഫ്, മട്ടൺ, അതുപോലെ മദ്യം ഉപയോഗിക്കരുത്. ചില സീ ഫുഡ്, ഫോർ എക്സാമ്പിൾ കക്ക, കൊഞ്ച്, കണവ, അങ്ങനത്തെ ചില ഫുഡുകൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെയാണ് പൊതുവെ നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ടത്. പൊതുവെ നമ്മൾ പറയുന്നത് നിങ്ങൾ മറ്റ് അസുഖങ്ങളിലുള്ള നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോലെ ഫുഡിൻ്റെ മീൽ പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. കോള, പെപ്സി അങ്ങനത്തെ ജങ്ക് ഫുഡുകൾ അത് അവോയ്ഡ് ചെയ്യുക. ഓക്കെ ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മുടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. കിളിമാനൂരിൽ നിന്നും സിന്ധുവാണ്. സിന്ധു ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ കിളിമാനൂരിൽ നിന്നാണ്. ഡോക്ടർ, ഞാൻ കിളിമാനൂരിൽ നിന്ന് സിന്ധു ആണ്. പറഞ്ഞോളൂ സിന്ധു. പറയൂ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. പറയൂ, കേൾക്കുന്നുണ്ട്. പറയൂ. അമ്മയ്ക്ക് കാലില് ഇങ്ങനെ നീര് വന്ന് ഒരുപാട് ചികിത്സകളെല്ലാം ചെയ്തു, പക്ഷെ നീര് മാറുന്നില്ല. അത് ആർത്രൈറ്റീസ് ആണെന്ന് ചോദിക്കേണ്ട ഒരു ഫിസിഷ്യനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നീര് കുറയുന്നില്ല ഡോക്ടർ. അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് 72 വയസ്സുണ്ട്. ഓക്കെ 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 അപ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത്, കാലിൽ മാത്രമേ ഉള്ളൂ, കയ്യിലും ഉണ്ടോ? അതോ കാലിൽ മാത്രമേ ഉള്ളൂ? കയ്യിലില്ല ഡോക്ടർ. 2 കാലിന്റെ കണ്ണിന്റെ അവിടെ നിന്ന് മേലോട്ട് വരെ ഉണ്ട്, മുട്ട് വരെ. ഇൻഫെക്ഷൻ ആണെന്നാണ് ഫിസിഷ്യൻ പറയണത്. മുട്ട് വരെ ഉണ്ട്. ഓക്കെ. ഇതില് ഓക്കെ, നീര് മാത്രമേ ഉള്ളൂ അതോ വേദനയുണ്ടോ? വേദനയുണ്ട് ഡോക്ടർ. വേദനയുണ്ടോ അതോ നീര് മാത്രം? വേദനയുണ്ട്. വേദനയുണ്ട്. മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. ഒരു പക്ഷേ കണങ്കാലിലുള്ള ഓക്കെ 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 കണങ്കാലിൽ മാത്രമാണെങ്കിൽ കണങ്കാലിന് ജോയിൻസിനെ ബാധിക്കുന്ന വാതരോഗം, ആർത്രൈറ്റിസ് ആവാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങളും ആവാം. കാരണം ഒരു കാലിൽ ഇവിടം വരെ മുട്ട് വരെ ഉണ്ടെന്നാണോ പറഞ്ഞത്? െല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പൊ അമ്മ ഇങ്ങനെ സിമന്റ് എടുത്തായിരുന്നു. സിമന്റിന്റെ ഇൻഫെക്ഷൻ ആണോ ആർത്രൈറ്റീസ് ആണോന്ന് അറിഞ്ഞത്. സിമന്റ് ചവിട്ടിയായിരുന്നു, സിമന്റ് കുഴച്ചിട്ടപ്പ. ഓക്കെ ഓക്കെ അപ്പോൾ ആ ഭാഗത്ത് ചോപ്പുണ്ടെങ്കിൽ, അതായത് കാലിൻ്റെ കണങ്കാല് വിട്ട് മുകളിലോട്ട് മുട്ടിൻ്റെ അവിടം വരെ ചോപ്പുണ്ട്, അവിടെ തൊടുമ്പോൾ ഒരുപാട് ചൂടായിട്ടിരിക്കുകയാണ് ആ ഒരു ഏരിയ, അതിൻ്റെ കൂടെ വേദനയുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ സെല്ലുലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാലിൻ്റെ വലത് കാലിൻ്റെ ഈ സെല്ലുലൈറ്റിസ് ആകാം. അതല്ല കണങ്കാലിൽ മാത്രമേ ഉള്ളൂ ജോയിൻസിനെ ആണെങ്കിൽ ലക്ഷണമാവാം. വ്യക്തമാകുന്നുണ്ട് ഡോക്ടർ. സമയപരിമിതി മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. ആർത്രൈറ്റീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടറുടെ ഇന്ന് നമ്മൾ സംസാരിച്ചത്. നമുക്കൊപ്പമുള്ളത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റൂമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജി ഹരികൃഷ്ണനായിരുന്നു. ഡോക്ടർ, നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.